സുന്ദരന്മാരെ സുന്ദരന്മാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാഷൻ ഫിക്സേഷൻ വിത്ത് ഷാമി. ഇറ്റ്സ് മീ ഷാമി. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യൂസ്ഫുൾ ബേബി ആമസോൺ ഫൈൻഡിങ്സ് ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ആമസോൺ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബേബി ക്യാരി നെസ്റ്റ് ആണ്. കണ്ടോ, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ആനിമൽ തീമിൽ വന്നിട്ടുള്ള ഒരു ബേബി ക്യാരി നെസ്റ്റ് ആണിത്. രണ്ട് വശത്തും ആൻഡ് അപ്പർ പോർഷനിലും സിബ്. ഇത് നമുക്ക് ഒരു ബെഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേബി ക്യാരി നെസ്റ്റ് ആണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതിൻ്റെ അകമൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇത് നമുക്ക് ക്യാരി ചെയ്യുന്നവർക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു കുഷ്യൻ പോലെ ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. ഒത്തിരി കുഞ്ഞിനൊത്തിരി ചൂടെടുക്കില്ല ഇതിനകത്താകുമ്പോഴത്തേക്കും. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ കാറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ബേബി ക്യാരി ചെയ്യാനായിട്ട് ഈസിയാണ്. നമുക്ക് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴാണെങ്കിലും ബേബി ക്യാരി ചെയ്യാൻ ഈസിയാണ്. ഒരു 0 to 3 month വരെയൊക്കെ ബേബി നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. ഒരു ബേബി ക്യാരി നെസ്റ്റ് ആണ്. നല്ല അത്യാവശ്യം നല്ലൊരു തീമിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വെറൈറ്റി തീംസ് ഉണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു ജംഗിൾ തീം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ആനിമൽസിൻ്റെ പിക്ചേഴ്സൊക്കെ ആയിട്ട് നല്ലൊരു ക്യാരി നെസ്റ്റ് ആണ്. ഒരു സെറ്റ് ഓഫ് 3 പീസ് വരുന്ന ഒരു ബേബി ബാക്ക് ടവലാണ്. ആക്ച്വലി ഇതൊരു 2-in-1 പ്രൊഡക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു ബാക്ക് ടവലായിട്ടും യൂസ് ചെയ്യാം, ഒരു സ്വാഡർ ക്ലോത്ത് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇത് 3 കളേഴ്സിലാണ് വരുന്നത്. ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്, യെല്ലോ ആൻഡ് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. എല്ലാം നല്ല കളേഴ്സാണ് ആൻഡ് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ. ഇതിങ്ങനെ വിത്ത് ക്യാപ്പാണ് വരുന്നത്. വിത്ത് ക്യാപ്പാണ് വരുന്നത്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ളൊരു ക്ലോത്താണിത്. ആൻഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. പെട്ടെന്നൊന്നും ഇതായി പോയില്ലാത്തൊരു മെറ്റീരിയലാണ്. നല്ല സ്റ്റിച്ചിങ്ങൊക്കെ ആണെങ്കിലും നല്ല സ്റ്റിച്ചിങ്ങൊക്കെ ഉള്ള ഒരു മെറ്റീരിയലാണ്. ഇത് ഒരു 3 പീസാണ്. കോംബോ സെറ്റാണ്. 3 കളേഴ്സിലാണ് വരുന്നത്. 3 ഡിഫറെൻറ്റ് കളേഴ്സാണ്. നമുക്കിത് ബാത്ത് ടവലായിട്ടും യൂസ് ചെയ്യാം ബേബീസിന്. അതുപോലെ തന്നെ നമുക്ക് സാറ്റി ക്ലോത്തായിട്ടും യൂസ് ചെയ്യാൻ പറ്റും, ക്യാപ്പൊക്കെ ഉള്ളത് കാരണം. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അതുപോലെ നല്ല വൈബ്രൻറ്റ് കളേഴ്സാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് അട്രാക്റ്റീവ് ആവുന്ന തരത്തിലുള്ള കളേഴ്സാണ്. നല്ല വലിപ്പവുമുള്ള. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റാഷ് ക്രീമാണ്. ഇത് സെബാമെഡിൻ്റെ റാഷ് ക്രീമാണ്. കുട്ടികളിലൊക്കെ ആ ഒരു കുഞ്ഞു ന്യൂബോൺ ബേബീസിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ് ഡയപ്പർ റാഷസ് എന്ന് പറയുന്നത്. ഈ സെബാമെഡിൻ്റെ റാഷ് ക്രീം നല്ല യൂസ്ഫുള്ളാണ് അതിന്. കുട്ടികൾക്ക് റാഷസ് ഉണ്ടാവാതിരിക്കാനായിട്ട് ഞാനിത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. നല്ല റിവ്യൂ ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഇത്. പിന്നെന്താ, നമുക്ക് ഈ ഒരു ട്യൂബിന് അത്യാവശ്യം കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്യൂബാണ്. ഈസി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പെൻതനോൾ എന്ന് പറയുന്ന ഇത് ചേർന്നിട്ടുള്ള ആളാണ് ഇതിനകത്ത്. ഇപ്പം നമ്മൾ ബേബി പ്രോഡക്ട്സും ഇപ്പം നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നതാണ് അതിനകത്ത് പെൻതനോൾ എന്ന് പറയുന്നത് ആഡ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഈ റാഷ് ക്രീമിൻ്റെ ഒരു ആഡാണ്. അതുപോലെ തന്നെ pH 5.5 pH വരുന്ന ഒരു റാഷ് ക്രീമാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബേബി ലിക്വിഡ് ക്ലെൻസർ ആണ്. ഇത് ലവ് ലാപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലിക്വിഡ് ക്ലെൻസറാണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ബേബീസിൻ്റെ ബോട്ടിൽസ്, പിന്നെ അതുപോലെ നമ്മൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത ബേബീസൊക്കെ ആണെങ്കിൽ ആ ഒരു ബൗള്, ഫുഡ് കഴിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂൺ, ഫോർക്ക്, അതിനുള്ള ഐറ്റംസ് എല്ലാം വാഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ടോയ്സ്, കുട്ടികൾക്ക് മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് എന്ത് ടോയ് കിട്ടിയാലും ഒരു വായിൽ വെക്കും. അപ്പം നമ്മൾ പല സ്ഥലത്ത് കിടക്കുന്നതായിരിക്കും സാധനങ്ങളൊക്കെ. അപ്പം അതിനകത്ത് ഡസ്റ്റൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് നമുക്ക് വാഷ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ക്ലെൻസർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കുഞ്ഞുങ്ങളെ വായിൽ വെച്ചാലും അതുകൊണ്ട് അതിനൊരു നെഗറ്റീവ് സൈഡ്സ് ഒന്നുമില്ലാത്ത നല്ലൊരു ക്ലെൻസറാണ്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കിട്ടുന്നത്. ഇതൊരു
100 ml, അതായത് 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2 എണ്ണം ഉള്ളത്. ഒന്ന് ചിക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു ബേബി ഇയർബഡ്സും അതുപോലെ തന്നെ ബേബി നേസൽ എന്താ പറയുക ക്ലീനറുമാണുള്ളത്. ഈ നേസൽ ക്ലീനർ എന്ന് പറയുന്നത് ഒരു ക്യാപ്പ് വരും, ഇത് റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ പുഷ് ചെയ്ത് ബേബിയുടെ നോസിൽ വെച്ചിട്ട് നമ്മളിത് പതിയെ റിലീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് ബേബിയുടെ നോസിലുള്ള അഴുക്കുകളും ഇതിനകത്ത് കളക്ട് ചെയ്യാൻ പറ്റും. അതായത് കുട്ടികളിൽ മെയിനായിട്ട് വരുന്നതാണ് നേസൽ കൺജക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്, ബ്ലോക്കേജ് ഉണ്ടാവാറുണ്ട്, അങ്ങനെ കുറുങ്ങൽ ഉണ്ടാവാറുണ്ട്. കാരണം അവർക്ക് അറിയത്തില്ലല്ലോ അത് കളയാനൊന്നും. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സേഫ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇത് നല്ലൊരു ആമസോൺ പ്രൊഡക്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് ചിക്കോയുടെ ഈ ഇയർബഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഇയർബഡ്സിൽ നിന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഇയർബഡ്സ് ആണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു പോർഷൻ വന്നിട്ട് അതിൻ്റെ താഴോട്ട് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു പോർഷൻ, ഒരു വലിയൊരു ഇതുപോലെയാണ് വന്നിരിക്കുന്നത്, കുറച്ച് കൂടെ തിക്കായിട്ട് വന്നത്. അപ്പം നമ്മളിത് കുഞ്ഞുങ്ങളുടെ കാതിലോട്ട് ഇടുമ്പം ഒത്തിരി ഉള്ളിലോട്ട് പോവില്ല. അത് ഇവിടെ ഇങ്ങനെ ഇച്ചിരി കൂടെ വൈഡായിട്ടുള്ള പോർഷൻ ആയ കാരണം നമുക്ക് ഇത്രയും ഭാഗമേ ഉള്ളിലോട്ട് പോവുള്ളൂ. അപ്പം അതുമൂലം ഒത്തിരി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നോർമലി നമ്മൾ എയർബഡ്സ് യൂസ് ചെയ്യാൻ പാടില്ലെന്നെങ്കിലും നമ്മൾ ഈ ഓയിലൊക്കെ തേച്ച് കുളിപ്പിക്കുന്ന സമയത്ത് ഇയറിലൊക്കെ ഓയിലൊക്കെ കയറിയിരിക്കും. അപ്പോൾ നമുക്ക് പുറമൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇയർബഡ്സ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് നോർമൽ ഇയർബഡ്സ് യൂസ് ചെയ്യുന്നതിലും കുറച്ചുകൂടെ സേഫ് മെത്തേഡ് ഇതാണ്. ഇത് ചിക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. രണ്ടും ചിക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രസ്റ്റ് പമ്പാണ്. ഞാൻ ഒരു വർക്കിംഗ് മദറാണ്, സോ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബ്രസ്റ്റ് പമ്പ്. ഇത് R4 Rabbit എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബ്രസ്റ്റ് പമ്പാണ്. എനിക്കൊന്ന് ആമസോണിൽ ഏറ്റവും ഞാൻ ഭയങ്കര റേറ്റ് കുറവുള്ളത് നോക്കിയിട്ടായിരുന്നു എടുത്തിരുന്നത്. കാരണം നമുക്ക് നല്ലതാകുമോ എന്ന് അറിയില്ലല്ലോ. അത് കാരണം ഒരു 2500 റേഞ്ചിലൊക്കെ വരുന്ന ഒരു നല്ലൊരു ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പാണിത്. പിന്നെ അങ്ങോട്ട് അത്യാവശ്യം കുറച്ച് റേറ്റ് ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പിന് അത്യാവശ്യം അതിൽ ഒരു 3000-5000 റേറ്റ് ഒക്കെ വരുന്നതാണ് കൂടുതലും ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും റേറ്റ് കുറഞ്ഞതിൽ ബെസ്റ്റ് പ്രൊഡക്റ്റ് R4 Rabbit തന്നെയായിരുന്നു. ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി കണക്ടർ വരും. ഇതിനകത്ത് 4 മോഡ്സ് ആണുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ലെവൽ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. ഇനി ഈ ഒരു ക്യാപ്പ് വരുന്നുണ്ട്, ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട്. ആൻഡ് ഈ ഒരു ബോട്ടിൽ ഇതിലൂടെ അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. ഓൾസോ ദേ ബോട്ടിലിനൊരു കവറും വരുന്നുണ്ട്. നമുക്ക് ബോട്ടിലിൽ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഒരു കവറും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിനൊരു ചാർജിന് വേണ്ടിയിട്ടൊരു ഇത് ഇത്രയാണ് ഈ പ്രൊഡക്റ്റിൽ വരുന്നത് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റിൽ വരുന്നത് നല്ലതാണ്. നമുക്കൊരു വർക്കിംഗ് മദേഴ്സൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഈ ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത്. നമുക്ക് കുട്ടികൾക്കായ ബ്രസ്റ്റ് മിൽക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഫോർമുല മിൽക്കിനധികം ആശ്രയിക്കേണ്ടി വരത്തില്ല. നമുക്ക് പമ്പ് ചെയ്ത് ആവശ്യമുള്ള സമയങ്ങളിൽ പമ്പ് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അപ്പം നല്ല അഫോർഡബിൾ ആയിട്ട് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ R4 Rabbitൻ്റെ ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത്. ഒത്തിരി നല്ല നല്ല ബ്രാൻഡ്സിൻ്റെ വേറെയും ബ്രസ്റ്റ് പമ്പ്സ് ഉണ്ട്. ഇത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ്. എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നിയ എന്നാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്ലേ ജിമ്മാണ്. അതായത് കുട്ടികൾക്ക് ഒരു 0 to 6 months വരെയൊക്കെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് പല രീതികളുണ്ട്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഒരു കുട്ടികൾക്ക് പറ്റിയൊരു ഡെവലപ്മെൻറ്റൽ ടോയ് ആണ് ഇത്. പ്ലേ ജിം എന്ന് പറയും. നമുക്ക് ഇതാണ് പ്ലേ ജിം. ഇത് നമുക്ക് പല പീസസ് ആയിട്ടായിരിക്കും ഇത്. നമുക്ക് ഈസി ആയിട്ട് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇത് നമുക്ക് ബാറ്ററിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ സൈഡിലൊരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, പ്രസ് ചെയ്യാൻ നമുക്ക്. ഇതൊരു പിയാനോ സെറ്റപ്പാണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് റൈറ്റിങ്സും ഒരു മിററുമാണ് വരുന്നത്. ഇതിനകത്ത് കുട്ടികളെ നമുക്ക് നല്ല സോഫ്റ്റ്
സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബെഡ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇതിനകത്ത് നമുക്ക് കുട്ടീനെ കിടത്താം. അപ്പോൾ അവർക്ക് ഇതിങ്ങനെ മുകളിൽ കളർഫുൾ ആയിട്ടൊക്കെ കിടക്കുന്നു. പിന്നെ അവർ കാല് വെക്കുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ സൗണ്ട് കേൾക്കും. അപ്പോൾ ഒരു ഭയങ്കര പെട്ടെന്ന് അട്രാക്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ ഇതിനകത്തൊക്കെ പിടിക്കാനൊക്കെ ശ്രമിക്കും. ഇനിയിപ്പം നമുക്ക് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിത് മാറ്റിയിട്ട് നേരെ എടുത്തോണ്ട് നമുക്ക് ഇതിനകത്തൊക്കെ ടച്ച് ചെയ്ത് കളിക്കുമ്പോൾ സൗണ്ട്സ് ഒക്കെ വരും. അങ്ങനെ ടൈമിലും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇരിക്കാനൊക്കെ സമയമായി കഴിയുമ്പോൾ നമുക്ക് ഈ 2 സൈഡിലെ സ്ക്രൂ ആണ് നമുക്കിങ്ങനെ ഊരാൻ പറ്റും. ഊരിയിട്ട് നമുക്ക് ഇത് നേരെ വെച്ചിട്ട് സോ അടുത്തെന്ന് പറയുന്നത് ഒരു വാർഡ്രോബാണ്. ഒരു ബേബി വാർഡ്രോബാണ്. നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി ഇതൊരു ബേബി വാർഡ്രോബാണ്. ഇതാണ് സംഭവം വരുന്നത്. ഇത് ഒരു ക്ലോത്ത് മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം കുട്ടികളുടെ എല്ലാ സാധനങ്ങളും കൊള്ളുന്ന തരത്തിലുള്ള ഒരു 6 ലെയറാണ് വരുന്നത്. ഇവിടെ ഒരു 5 ലെയേഴ്സ് വരുന്നുണ്ട്. ആൻഡ് മുകളിൽ ഒരു ലെയറും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടലി 6 ലെയേഴ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഈസിലി എടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് വേണ്ട ആവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ആൻഡ് ഇവിടെ നമുക്ക് ഒരു 5 ലെയേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. നല്ല പ്ലാസ്റ്റിക്സ് ആണ്. പെട്ടെന്നൊന്നും പോയില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതൊരു ക്ലോത്ത് മെറ്റീരിയലാണ്. ഇത് വാഷബിളാണ്. ഇതിൻ്റെ 2 സൈഡിലും 2 പോക്കറ്റ്സ് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് 2 പോക്കറ്റ്സ് 2 സൈഡിലായിട്ടും ഉണ്ട്. നല്ല കളേഴ്സാണ്. ഇത് വേറെ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വരുന്നത്. വൈറ്റ് അവൈലബിൾ ആണ്. ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ്, റോസ് ഷെയ്ഡ് അവൈലബിൾ ആണ്. ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു കിറ്റിയുടെ പടമൊക്കെ വന്നിട്ട് ഇത്. ആൻഡ് ഓൾസോ ഇത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. വീൽസ് ഉള്ള ടൈപ്പാണ്. മൂവ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഈസിലി മൂവ് ചെയ്ത് മാറ്റം വരുന്ന ടൈപ്പാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത ദിവസം